കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരെയാണ് നിതീഷിന് പുറമെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മൃതദേഹം വിജയനും കുടുംബവും താമസിച്ചിരുന്ന പഴയ വീട്ടിലെ പശുത്തൊഴുത്തിൽ മറവ് ചെയ്തുവെന്നായിരുന്നു പ്രതി നിതീഷ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ തിരച്ചിലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വന്നതോടെ പ്രതി മൊഴി മാറ്റി. ഇതോടെയാണ് മറ്റ് പ്രതികളെ കൂടി വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അതേസമയം നിതീഷുമായി അടുപ്പം തുടങ്ങിയത് മുതലാണ് വിജയന്റെ കുടുംബം അസ്വസ്ഥമായതെന്ന് വിജയന്റെ അയൽവാസികൾ പറഞ്ഞു. ഇവരുടെ വീട്ടിലേക്ക് പിന്നെ ഞങ്ങളെ ആരെയും അടുപ്പിക്കുമല്ലോ. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു. പിന്നെ അടുപ്പിക്കുന്നില്ലായിരുന്നു. ഇവിടുത്തെ ആർക്കും നെയ്ബറിന് പോലും ഒന്നും അറിയത്തില്ല. അങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം. കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലത്തെക്കുറിച്ച് വ്യക്തത വരുത്തിയ ശേഷം അന്വേഷണ സംഘം തിരച്ചിൽ തുടരും. കഴിഞ്ഞ ദിവസം കാഞ്ചിയാറിലെ വാടക വീട്ടിൽ നിന്ന് വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിർണായക ഘടകമാണ്. ദുർമന്ത്രവാദവും ദുരൂഹതയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാഞ്ചിയാർ ഇരട്ടക്കൊലപാതക കേസിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതികളിൽ നിന്നും കൂടുതൽ കൃത്യമായ സൂചനകൾ ലഭിച്ച ശേഷം കുഞ്ഞിന്റെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും. കട്ടപ്പനയിൽ നിന്നും ക്യാമറമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നന്ദുഷായ്സ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.